ഞങ്ങളുടെ ഇന്നത്തെ മിഷൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മിഷനാണ്. പ്രിൻസപ്പ് ഘട്ടിൻ്റെ തൊട്ട് പുറകിലുള്ള ജെട്ടിയിൽ നിന്നും ഒരു ഫെറി പിടിക്കണം. കൊൽക്കത്തയുടെ ഫെറി സർവീസ് എന്ന് വെച്ചാൽ വളരെ വെൽ കണക്റ്റഡ് ആയിട്ടും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു ഫെറി സർവീസാണ്. ഇവിടെ നിന്നൊരു ഫെറി പിടിച്ചിട്ട് നേരെ ഹുഗ്ലി റിവറിലോട്ട് കയറണം, അല്ലെങ്കിൽ ഭഗീരഥി ഹുഗ്ലി എന്നറിയപ്പെടുന്ന നദി. ഇത് ഗംഗയുടെ ഒരു മേജർ ഡിസ്ട്രിബ്യൂട്ടറിയാണ്. ഏകദേശം 260 കിലോമീറ്റർ നീളമുള്ള ഈ നദി ബേ ഓഫ് ബംഗാളിലോട്ടാണ് എത്തിച്ചേരുന്നത്. ഹുഗ്ലി നദിയുടെ ഒരു സൈഡിലാണ് കൊൽക്കത്ത, മറ്റേ സൈഡിൽ ഹൗറ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിനെയാണ് ഹൗറ ബ്രിഡ്ജ് അല്ലെങ്കിൽ രബീന്ദ്ര സേതു എന്നറിയപ്പെടുന്നത്. ഒരു മാസീവ് കാൻഡിലിവർ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കണം എന്നാണ് അടുത്ത ഒബ്ജക്റ്റീവ്. അങ്ങനെ സഞ്ചരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഘട്ടിൽ ഇറങ്ങണം. അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഹോട്ടലിലോട്ട് പോകാൻ എളുപ്പമാണ്. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാൻ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വയനാടൻ വനാന്തരങ്ങളിൽ നിന്ന് ഇറങ്ങിയ എനിക്കും കുസുവിനും ഈ ഫെറീനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പാലത്തിലൂടെ അല്ലാതെ ഒരു നദിയും കുറുകെ കടന്നിട്ടുമില്ല. I was expecting a boat and I got train. ഒരു ബോട്ട് പിടിച്ചിട്ട് ഹൗറ. I think we can get a boat from here to Howrah. അങ്ങനെ ഞങ്ങൾ രണ്ട് വയനാടൻ ബുദ്ധിശാലികൾ പ്രിൻസപ്പ് ഘട്ടിൽ ബോട്ട് പിടിക്കാൻ ചെന്നു. നല്ല പൊള്ളി ബോട്ടുകൾ, ഒരു കാശ്മീർ വൈബൊക്കെ ഉണ്ട്. ഒരു 5 മിനിറ്റ് നിന്നപ്പോൾ എവിടെയോ എന്തൊക്കെയോ. പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോഴാണ് ഈ ബോട്ട് ഇങ്ങോട്ടും പോണില്ല, കിടന്ന് വട്ടം കറങ്ങുന്ന പോലെ. അങ്ങനെ നാട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ട ബോട്ട് കിട്ടണമെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് നടക്കണമെന്ന് മനസ്സിലായത്. ജനുവരിയിലെ നല്ല തണുപ്പുള്ള നിഴൽ വീതി, കൂടെ തള്ളി മറയ്ക്കാൻ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാനും ദാസൻ്റെ വിജയനെ പോലെ എൻ്റെ പൊന്നു കുസുവും. അങ്ങനെ ജീവിതത്തിനെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളും നടക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാണെങ്കിൽ നീ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ അതും മേടിച്ചു തരും. ഇതെന്താ പ്രശ്നം? അല്ല, പൈസ ഉണ്ടാക്കുന്നതാണല്ലോ. എന്നാണോ പൈസക്കാരനാണ് കഷ്ടപ്പാടുന്ന എനിക്ക് വലിയ സെക്കൻഡറി ഇൻകം വല്ലതും. ഈ പൈസക്കാരൻ എന്നുദ്ദേശിച്ചത് എത്ര രൂപയാണ്? എത്ര രൂപ കയ്യിൽ വരുമ്പോഴാണ് പൈസക്കാരനാവുക? എനിക്കറിയില്ല, നമ്മൾ അറിയാത്തൊരു അവസ്ഥയില്ലേ. പൈസ ഈസ് നോട്ട് എ മാറ്റിംഗ് എന്ന്. പൈസ നമ്മളെ ബാധിക്കില്ല. എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് കുറേ ഉണ്ട്, എണ്ണാനും പറ്റൂല. അതാണ് പൈസക്കാരൻ്റെ ഡെഫിനിഷൻ അല്ലേ? അതായത് ഒരു 2 കാർ എടുത്തോ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ നടന്ന് ജെട്ടിയിലെത്തിയപ്പോഴോ ജെട്ടി അതാ പൂട്ടിക്കിടക്കുന്നു. എൻ്റെ പുന്നാര കുസുമോനാണെങ്കിൽ ചെറിയ പനിയും. ഈ കാണുന്ന ട്രാക്ക് ഒന്നേ ഉള്ളൂ എങ്കിലും 2 വഴിക്കും ട്രെയിൻ പോകുന്നുണ്ട്. ഇതിലങ്ങ് കയറി ഹോട്ടലിലോട്ട് പോയാലോ എന്ന് ആലോചിച്ചു പോയി. പക്ഷേ ഇത്രയും നടന്നതല്ലേ, ഇനി സക്കീർ ഭായിനെ കീഴടക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഇത്രയും നേരം നടന്ന വഴിയാ, ലോക്കൽ ട്രെയിനാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് പുറത്തു പോകണോ അല്ലെങ്കിൽ വണ്ടി അങ്ങ് നടക്കണോ? ആ വലിയ സാധനം എന്താ? വാട്ട്സ് എ ബിഗ് വൺ? कुसु भैया वो बड़ा वाला क्या है? वो चीज़ किसके लिए? बड़ा चाय कितना का है? അത് വലിയ ചായയാണ്. എടുത്ത് നോക്കണോ? उसमें एक चाय देना. अरे 50 रुपीൻ്റെ ചായ കുടിച്ചാൽ തീർന്നില്ലെങ്കിലോ? 2 എടുക്കണോ? നീ കുടിക്കണ്ട, അതൊന്നും എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒന്നുകൂടി പറയാം. भैया 2 देना वो बड़ा वाला. अच्छा एक और देना. बिस्किट. ഭയങ്കര ചൂട് എൻ്റെ അമ്മ. അയ്യോ, ഈ നടത്തത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ കണ്ടു.
അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരും. ഇത് ഹൗറാൻ്റെ ആ സൈഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അപ്പം തിരിച്ചു വരും. ഇങ്ങനെ അവസാനം ജെട്ടി കിട്ടി. ഇവിടുത്തെ ചേട്ടന് ഹിന്ദി അറിയാത്തതാണോ അല്ലെങ്കിൽ എൻ്റെ ഹിന്ദി മോശമായിട്ടാണോ എന്ന് അറിയില്ല, എന്തൊക്കെയോ പറഞ്ഞ് അവസാനം 2 ടിക്കറ്റ് കിട്ടി. ഞങ്ങൾക്ക് ഫെറി കിട്ടി തിരിച്ചു പോകാൻ. ഒരു ടിക്കറ്റിന് 6 രൂപ. എവിടെയേ എത്തുമെന്നോ. മല്ലിക് ഘാറ്റ് വി ആർ ഗോയിങ്. ആ ബ്രിഡ്ജ് ഉണ്ടോ? ആ അതിന്റെ ചോട്ടിലായിരുന്നു നമ്മള്. ബ്രിഡ്ജിൽ നിന്ന് നടന്ന് ഇവിടെ വന്ന് ഈ ബോട്ട് കയറുന്നു. ഒരു 3 കിലോമീറ്റർ 3 കിലോമീറ്റർ ആ ബ്രിഡ്ജ് നമുക്ക് പെട്ടാ. നമുക്ക് അത് ഹൗറ ബ്രിഡ്ജ് അല്ലേ? അങ്ങോട്ടാണ് നമ്മളിനി പോകാനുള്ളത്. അതിൻ്റെ അടിയിൽ മല്ലിക ഘട്ട് എന്ന് വെച്ചാൽ മല്ലിക എന്ന് വെച്ചാൽ പൂവാണെന്ന് വിചാരിച്ചു വന്നു. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാ. അല്ല അവിടെ ഒരു ഇതുണ്ടാ, ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലൊരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് അതിനങ്ങനെ പേര് വന്നേന്ന് തോന്നുന്നു. ഓണൊക്കെ ഉണ്ടല്ലോ. പോയിരിക്കും. ഇത് ഇളകുന്നുണ്ട്. ഇതറിയില്ല, അറിയാതെ ഇറങ്ങിപ്പോയതാ. സ്റ്റിയറിംഗ് വീലാ ഇത് ഇങ്ങോട്ട് വരുന്നു. പെട്ടുപോയി മല്ലയ്യ. നമ്മൾ ബാക്ക് സൈഡിലായിരുന്നത്, ഫ്രണ്ട് സൈഡിലല്ല. ഫ്രണ്ടിലോട്ട് വേണോ? ഏതൊരു സിറ്റിക്കും 2 മുഖങ്ങളുണ്ടാവും. സൂര്യശോഭയിൽ തിളങ്ങുന്ന ഒന്നും രാവിന്റെ നിലാവിൽ പ്രതിഫലിക്കുന്ന മറ്റൊന്നും. ഹുഗ്ലി നദീതീരത്തിലെ ഓരോ കെട്ടിടവും പവിഴം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് നോക്കുമ്പോൾ കൊൽക്കത്തയെ ആലപിക്കുന്ന ഒരു രത്നമാലയെ പോലെ തോന്നി ഈ നദീതീരം. നദിയാണെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു. അതിലൂടെ ആരെയും അറിയിക്കാതെ, ഒരു പരിഭവമില്ലാതെ കൊൽക്കത്ത നഗരത്തിൽ നിന്നും ദൂരേക്ക് തെന്നി അകന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ബോട്ട്. ഒരു ശാന്തത ഈ അവസരത്തിൽ മനസ്സിൽ അനുഭവപ്പെട്ടു. എല്ലാ വിഷമങ്ങളും ഗംഗയിൽ നിന്ന് വന്ന ഈ ഹുഗ്ലി നദിയിൽ അലിഞ്ഞു പോയ പോലെ, മനസ്സിൽ ശാന്തിയുടെ ഒരു മഞ്ഞിറങ്ങിയ പോലെ. അതാണ് പ്രിൻസപ്പ് ഘട്ടിൻ്റെ അടുത്തുള്ള പുതിയ ഹൗറ ബ്രിഡ്ജ്. അവിടെ നിന്നാണ് നമ്മൾ നടന്ന് ഇവിടെ എത്തിയത്. ഇനി ഇത് ഇനി ടെൻഷൻ അടിക്കല്ലേ, നമ്മുടെ ടിക്കറ്റ് കറക്റ്റാ. മിക്കവാറും ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടായിരിക്കും. ദർ ഈസ് എ പോയിന്റ് സ്റ്റോപ്പ് ഹിയർ. ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ മേലെ ഇപ്പം ഞാനും ഇവരും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇറങ്ങി. ഇനി ഇത് മുന്നോട്ട് പോകില്ലേ? തമ്പുരാനെ, കാൽക്കുലേഷൻ മല്ലിക് ഘട്ട് അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ലല്ലോ. ഞാൻ ഇതിൻ്റെ പേരൊക്കെ ആദ്യമായിട്ട് പറയുന്നതാ. എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഈ വണ്ടിയിൽ നീ അല്ലാതെ ആരെങ്കിലും കയറോ കുസു? ചേട്ടനോട് ചോദിച്ചു നോക്കിയൊക്കെ. ഭയ്യ एक गाड़ी उधर जाएगा ना अभी? हाँ उस तरफ उधर जाएगा. ये जगह का नाम क्या है? ठीक है कुसु, we are in a loop. अच्छा, നമുക്ക് അവിടെ പോയിട്ടേ വണ്ടി എടുത്തിട്ട് ട്രെയിൻ എടുക്കാം, മറ്റേ മെട്രോ ട്രെയിൻ എടുക്കാം, എന്നിട്ട് വീട്ടിൽ പോവാം. ഹൗറ ട്രെയിൻ എടുക്കാനൊന്നുമില്ല. വണ്ടി എടുത്ത് നേരെ വിട്ടു പോവാ. സുഹൃത്തുക്കളെ, നമ്മൾ വന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോവുകയാണ്. ചെറിയ ഒരു വഴി മാറി വേറെ ഏതോ ബോട്ട് കയറിയിട്ടാണ് വന്നത്. അതായത് അങ്ങോട്ട് പോകേണ്ട നമ്മൾ ഇപ്പുറത്ത് വന്ന് തിരിച്ചു വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകും. അങ്ങനെ കൊൽക്കത്തയിലോട്ട് കള്ളവണ്ടി കയറിയ ആളുകളുടെ ലിസ്റ്റിൽ പുതിയ 2 പേരുകളും കൂടി എഴുതി ചേർക്കപ്പെട്ടു. നമുക്ക് ആക്ച്വലി ഇതുണ്ടോ ഈ ചോട്ടിലാൽ ഘട്ടെന്ന്. അപ്പൊ ബാബു ഘട്ട് എവിടെ? നമ്മളിപ്പോ ഇവിടെ കണ്ടിരിക്കും. നമ്മളവിടെ ഇതാണ്. അങ്ങനെ വീണ്ടും പുതിയൊരു ടിക്കറ്റ് എടുത്തു. തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ജെട്ടി കണ്ടു. അതിൽ ബോട്ട് കയറി. ഇത്തവണ ബോട്ട് കറക്റ്റ് ദിക്കിലോട്ടാണ് നീങ്ങുന്നത്. ബോട്ട് യാത്രയ്ക്ക് എന്തോ ഒരു ഇതുണ്ട്. ചുറ്റുമുള്ള ലോകത്തിന് ഓരോ ദിവസവും വേഗത കൂടുമ്പോഴും, എന്ത് ചെയ്താലും ഇനിയും കുറെ ബാക്കിയുണ്ട് എന്ന് തോന്നുമ്പോഴും, ഭാവിയെക്കുറിച്ച് ആലോചിച്ച് BP കൂട്ടുമ്പോഴും, ബോട്ട് യാത്രയ്ക്ക് എപ്പോഴും ഒരേ സ്പീഡേ ഉള്ളൂ. വളവുകളും തിരിവുകളും ഇല്ലാതെ അങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടേയിരിക്കും. ആരെയും വഴി മാറ്റാതെ, ആർക്കു വേണ്ടിയും വഴി മാറാതെ, ഇരുൾ വീണ നദിയിലൂടെ ലോകത്തിന്റെ തിളക്കം കണ്ട് ഞങ്ങൾ അങ്ങനെ നീങ്ങി.
ആ ദൂരെ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ്. അതിൻ്റെ അടിയിലൂടെ പോകുമെന്ന് തോന്നുന്നില്ല ഈ ബോട്ട്. കുസുവിനാണെങ്കിൽ ക്ഷീണം കൂടി വരികയാണ്. അങ്ങനെ കൊൽക്കട്ട വിട്ട് ഞങ്ങൾ ഹൗറയിലെത്തി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നദിയുടെ നേരെ കുറുകെയാണ് മല്ലികാഘട്ട്. ഇനി അങ്ങോട്ടൊരു ബോട്ടെടുത്ത് പോകാനുള്ള മനഃശക്തിയും പേഷ്യൻസും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ക്യാബ് വിളിച്ച് പോകാൻ തീരുമാനിച്ചു. Oh, this is Howrah. This is Howrah station. Howrah train station, Kusu. ഈ കാണുന്നതാണ് ഹൗറ ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള ടെർമിനലാണ്. Howrah station. കള്ളപ്പടുവ. ഞങ്ങൾ ബുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ പാർക്കിംഗ് ചാർജ് ഞങ്ങൾ എടുത്തു. ഹൗറയുടെ അടിയിലൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ മേലെ എത്താൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ മിഷൻ ചീറ്റിപ്പോയിരിക്കുന്നു. പക്ഷെ കീഴടങ്ങില്ല. ഇനിയും വരും ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ പോകാൻ വേണ്ടി. അതുവരെ ബൈ.